ജാസ്മിനെ ജാസ്മിന്റെ ഡാഡി കല്യാണ മണ്ഡപത്തിൽ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതല്ലേ? എന്നിട്ടിപ്പോ നിങ്ങൾ ഇരു വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? ഏയ്, അച്ഛന്റെ ദേഷ്യവും വിരോധമൊന്നും മാറിയിട്ടില്ല. അത് കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ പിന്നെ ജാസ്മിൻ എവിടെ? അവൾ അവളുടെ ഡാഡിയുമായി ഉടക്കിയിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. ഓ റിയലി? ദർശനയോട് ആയതുകൊണ്ട് പറയാമല്ലോ, ജാസ്മിന്റെ കല്യാണം മുടങ്ങിയതിന്റെ ദേഷ്യത്തിലും അമർഷത്തിലും ജാസ്മിന്റെ ഡാഡി ഞങ്ങൾക്കെതിരെ ഒരു കേസ് മൂവ് ചെയ്യാനുള്ള ശ്രമം നടത്തി. ഓ അത് ജാസ്മിൻ ഇഷ്ടപ്പെട്ടില്ല. കേസ് കൊടുക്കുന്നതിനെ അവള് തടഞ്ഞു. ഡാഡിയെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല. അങ്ങനെ ഡാഡിയും മോളും തമ്മിൽ ഇഷ്യൂസ് ആയി. ജാസ്മിൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് എന്താ ഇപ്പൊ ഡാഡിയുടെ നിലപാട്? ഓ, എന്ത് നിലപാട്? ഡാഡി എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഞാനതൊന്നും കെയർ ചെയ്യാൻ പോകുന്നില്ല. എന്നിട്ട് ഡാഡി ജാസ്മിനെ കോണ്ടാക്ട് ചെയ്തില്ലേ? ഏയ്, പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നായിരിക്കും പുള്ളിയുടെ തീരുമാനം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോ ജാസ്മിൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാകുമല്ലേ? അവള് പിന്നെ എവിടെ പോവാനാ? ഇത് അവളുടെ കൂടി ഫാമിലി തന്നെയാ. എന്തായാലും വല്ലാത്തൊരു ദിവസമായി പോയത്. എന്തൊക്കെയാ ആ കല്യാണ മണ്ഡപത്തിൽ നടന്നത്? ജാസ്മിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ജാസ്മിനും ശരിക്കും വിഷമിച്ചിട്ടുണ്ടാവും അല്ലേ? വിധി അതനുഭവിച്ചല്ലേ മതിയാകൂ ഡോക്ടർ. നിരാശപ്പെടണ്ട ജാസ്മിൻ. വിവാഹം സ്വർഗത്തിൽ എന്നല്ലേ പറയാറ്? ജാസ്മിന്റെ വിവാഹം മുന്നേ കൂട്ടി തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അത് നടക്കേണ്ട സമയത്ത് കൃത്യമായി തന്നെ നടക്കും ജാസ്മിൻ. ആ വിശ്വാസം എനിക്കുമുണ്ട് ഡോക്ടർ. ജാസ്മിൻ നിശ്ചയിക്കുന്നത് പോലെ തന്നെ ജാസ്മിന്റെ വിവാഹം നടന്നിരിക്കും. ഡോക്ടറെ, ദേ പല്ലവി വന്നു. എന്നാ പിന്നെ സമയം കളയാതെ പരിശോധന നടക്കട്ടെ. എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്നും പല്ലവി രക്ഷിക്കും? പല്ലവി, നിന്റെ കള്ളത്തരം ഇന്ന് പൊളിയും. നീ നടത്തിയ നാടകം മുഴുവൻ ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ എല്ലാവരും അറിയും. അതോടെ അനിയത്തിക്കും ചേച്ചിക്കും എട്ടും കിടക്കെടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങാം. പല്ലവി ഈ കുടുംബത്തെ കബളിപ്പിച്ചു എന്നറിയുമ്പോൾ വിശാലായിരിക്കും നിങ്ങളെ ആദ്യം ഇവിടെ നാട്ടി ഓടിക്കുന്നത്. അവൻ നിങ്ങളെ ഈ പടിക്ക് പുറത്തിറക്കിയാൽ പിന്നെ നിന്റെ ഒന്നും ശല്യമില്ലാതെ എൻ്റെ വിവാഹം വിശാലമായിട്ട് മംഗളമായി നടക്കും. ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവൻ അനുഭവിച്ച് ഞാൻ വിശാലമായിട്ട് ഇവിടെ സമാധാനവും സന്തോഷവുമായിട്ട് കഴിയും. ജാസ്മിൻ, നീ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. നീ ദിവാസ്വപ്നമൊന്നും കാണണ്ട ജാസ്മിൻ. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ? പല്ലവി വരൂ. കുട്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രഗ്നന്റ് ആണെന്ന് എങ്ങനെ കൺഫേം ചെയ്തത്? കുട്ടി
പ്രഗ്നന്റ് ഒന്നും അല്ല. ഗർഭിണിയാണെന്ന് ആരാ പറഞ്ഞത്? അത് പിന്നെ ഗർഭിണിയായതിന്റെ യാതൊരു ലക്ഷണവും ഇപ്പോഴും ഇല്ലല്ലോ. അത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷെ അത് അബോർഷനായി പോയതാ. ഇയാളിത് ആരോടാ പറയുന്നേ? ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആണെന്നും എന്നോടാണ് ഈ കള്ളത്തരം പറയുന്നതെന്നും ഓർമ്മ വേണം. ഗർഭിണിയാകാതെ അതെങ്ങനെ അബോർഷനാകുന്നത്? കുട്ടി, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ. എന്തിനാണ് ഗർഭിണിയായിരുന്നുവെന്നും അത് അബോർഷനായി പോയെന്നും നുണ പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറയ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു നാടകത്തിന് വേണ്ടി എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. നിങ്ങളത് പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രഭാവതിയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കും. അയ്യോ വേണ്ട ഡോക്ടർ, അമ്മയെ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കണ്ട. ഇതൊന്നും അമ്മ അറിയണ്ട. അപ്പൊ ഇതൊരു രഹസ്യ ഇടപാടാണല്ലേ? പറയ്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? പറയാം, എല്ലാം ഞാൻ ഡോക്ടറോട് പറയാം. ഡോക്ടർ, ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾ കാര്യം പറയേ. ഇവൾക്ക് എന്റെ അനിയത്തിക്ക് വിപിനെ കല്യാണം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അവള് വിപിനോട് ആഗ്രഹം പറഞ്ഞപ്പോ അവൻ ഒഴിഞ്ഞു മാറി. അന്നേരം വാശി തോന്നി പല്ലവി അവനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാ ഗർഭിണിയാണെന്ന് നുണ പറഞ്ഞത്. ആ നുണ ഞാനും വിപിനും ഒഴികെ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുക. അതുകൊണ്ട് ഇവളിപ്പോ ഗർഭിണിയല്ലെന്ന് ഇവിടെ ഉള്ളവരറിഞ്ഞ ഇവളുടെ ഭാവിയെ അത് ബാധിക്കും. ഇവളും വിപിനും തമ്മിലുള്ള കുടുംബജീവിതം അത് ഇവിടെ അവസാനിക്കും. എന്താ കുട്ടി, എന്താ ഈ കാണിച്ചേ? അന്നേരം എനിക്ക് ഇങ്ങനൊരു കള്ളം പറയാതെ യാതൊരു മാർഗവും ഇല്ലായിരുന്നു. എന്റെ വയറ്റില് വിപിൻ സാറിന്റെ കുഞ്ഞ് വളരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാ വിപിൻ സാറ് എന്നെ തന്നെ വിവാഹം കഴിച്ചത്. അല്ലെങ്കിൽ വിപിൻ സാറ് ജാസ്മിനെ വിവാഹം കഴിച്ചേനെ. അതെല്ലാം ഡോക്ടറും കണ്ടതല്ലേ. ദയവ് ചെയ്ത് ഡോക്ടർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എനിക്കിങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ ഡോക്ടറോട് അപേക്ഷിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പൊ ഡോക്ടർ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഇവളുടെ ജീവിതം തന്നെ നശിച്ചു പോവും. ഞങ്ങളെ രക്ഷിക്കണം ഡോക്ടർ. ഡോക്ടർ വിചാരിച്ച അത് സാധിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഡോക്ടറുടെ കാല് പിടിക്കാം. ഇല്ല, ഞാനത് ചെയ്യില്ല. എന്റെ പ്രൊഫഷന് ചില എത്തിക്സ് ഉണ്ട്. എത്തിക്സിന് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്യില്ല. ഡോക്ടർ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. ഞാനിപ്പോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ കുട്ടി ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ നാളെ ഇത് കള്ളമാണെന്ന് തെളിയില്ലേ? അന്നേരം ഞാൻ എന്ത് മറുപടി പറയും? എനിക്ക് പിന്നീട് എങ്ങനെ പ്രഭാവതിയുടെ മുഖത്ത് നോക്കാൻ സാധിക്കും? ഡോക്ടർ, ഡോക്ടർ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡോക്ടർ, എന്തായി ഡോക്ടർ? എന്താണ് പല്ലവിയുടെ അവസ്ഥ? ഡോക്ടറെ, പല്ലവിക്ക് ടെൻഷൻ ആവേണ്ട വല്ല സിറ്റുവേഷനും ഉണ്ടോ? എന്ത് ടെൻഷൻ? ഒരു ടെൻഷന്റെ ആവശ്യമില്ല. പല്ലവിക്ക്
ഒരു പ്രശ്നവുമില്ല. പല്ലവി ഹെൽത്തിയാ. കുഞ്ഞിന്റെ ഗ്രോത്തിലും പ്രോബ്ലംസ് ഒന്നുമില്ല. പല്ലവി ഗർഭിണിയാണോ? അപ്പോ അവള് വിപിനെ വിവാഹം കഴിക്കാൻ വേണ്ടി വെറുതെ നാടകം കളിച്ചതല്ല അല്ലേ? അപ്പോ പ്രഭേച്ചി മുത്തശ്ശിയാവാൻ പോവല്ലേ? ഞാൻ മാത്രമല്ല മുത്തശ്ശിയാവാൻ പോകുന്നത്, നീയും കുഞ്ഞിന്റെ മുത്തശ്ശിയാ. ഇപ്പോ പല്ലവിക്ക് സമാധാനായില്ലേ? പല്ലവി, ഞാൻ നീ പ്രഗ്നന്റ് ആണെന്ന് ഓർക്കാതെ പപ്പായ തന്നുപോയതാ. അതില് ഇപ്പൊ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് പല്ലവി. സോറി, ഐ എം റിയലി സോറി. പല്ലവി, പ്രഗ്നന്റ് ആയിരിക്കുമ്പോ പപ്പായ, പൈനാപ്പിൾ ഒന്നും കഴിക്കാൻ പാടില്ല. ദർശന, ഞാൻ പല്ലവിയെയും കൊണ്ട് ദർശനയുടെ ക്ലിനിക്കിലേക്ക് വരാം. അന്നേരം ഇവളെ ഒന്നുകൂടെ പരിശോധിച്ചിട്ട് ഇവൾക്ക് വേണ്ട മെഡിസിൻസും ഡയറ്റും ഒക്കെ ഒന്ന് അഡ്വൈസ് ചെയ്താൽ മതി. ശരി. പല്ലവി, ഇനി ആരെന്ത് തന്നാലും എല്ലാം സൂക്ഷിച്ചു വേണം കഴിക്കേണ്ടത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ? വാ. ഒന്ന് നിന്നേ. പാർവതി, നീ ആ ഡോക്ടറെ കയ്യിലെടുത്തു അല്ലേ? ഇന്ന് നീ നിന്റെ അനിയത്തിയൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ ഇതൊരു താൽക്കാലിക രക്ഷപ്പെടൽ മാത്രമാണ് പാർവതി. ഇതുവരെ പല്ലവിയാണ് കളിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത്. എന്നാ ഇപ്പോ ഈ പ്രഗ്നൻസി കൺഫർമേഷനിലൂടെ നീയാണ് യഥാർത്ഥത്തിൽ എല്ലാത്തിനും പുറകിലെ ബുദ്ധി കേന്ദ്രമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിന്റെ അനിയത്തിയുടെയും കളികള് മുഴുവൻ ഞാൻ പൊളിക്കും. നിങ്ങളിവിടെ നടത്തുന്ന ലീലാവിലാസങ്ങൾ മുഴുവൻ ഞാൻ വിശാലിനെ ധരിപ്പിക്കുകയും ചെയ്യും. ഇവിടുത്തെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ആസൂത്രണം ചെയ്യുന്നതെന്ന് വിശാലിനെ ഞാൻ ബോധ്യപ്പെടുത്തും. നിനക്ക് എന്ത് വേണമെങ്കിലും ആകാം, പക്ഷേ നീ ഞങ്ങളെ എങ്ങനെ കുരുക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും. ഇന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവം എന്നും ഞങ്ങളെ രക്ഷിക്കും. പല്ലവി ഗർഭിണിയല്ലെന്നുള്ള സത്യം വിശാൽ സാറിൽ നിന്നും ഇനിയും ഞാൻ മറച്ചു വെക്കണോ? അത് ഇത്രയും നാളും പറയാതെ ഇപ്പൊ സാറിനോട് പറഞ്ഞ സാർ അതെങ്ങനെ എടുക്കും? അല്ല, എങ്ങനെയാ ഞാനിതൊക്കെ സാറിനോട് പറയുന്നത്? അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടുന്നില്ലല്ലോ. താനിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി കിച്ചണിലായിരിക്കുമെന്ന്. സാറ് മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. താൻ എന്നോട് കള്ളം പറയാറുണ്ടല്ലേ? ചോദിച്ചതിന് മറുപടി പറയടോ. താൻ എന്നോട് കള്ളം പറയാറുണ്ടല്ലേ? സാർ, അത് ഞാനിപ്പോ നമ്മുടെ ദർശന ഡോക്ടറെ കണ്ടിട്ടാ വരുന്നത്. ഡോക്ടർ എന്നോടെല്ലാം പറഞ്ഞു. അത് വിശാൽ സാർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അത് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ സാധിച്ചില്ല. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ദർശന ഡോക്ടറെ കാണണമെന്നും ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണമെന്നും. അത് പറഞ്ഞിരുന്നു. ഇന്നിവിടെ പല്ലവിയെ പരിശോധിക്കാൻ ഡോക്ടർ വന്നിരുന്നതല്ലേ? വന്നു. പല്ലവിയെ പരിശോധിച്ച വിവരമൊക്കെ ഡോക്ടർ പറഞ്ഞു. പല്ലവിക്കും
അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും പ്രയാസങ്ങളൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. പക്ഷേ അപ്പോഴും താൻ തൻ്റെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടറോട് ചോദിച്ചില്ലല്ലോ. അത് പിന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്നിട്ടെന്താ ചോദിക്കാത്ത? മറന്നുപോയി. മറന്നുപോയി. പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പല്ലവിക്കൊപ്പം തന്നെയും ഡോക്ടർ പരിശോധിക്കായിരുന്നല്ലോ. എന്തായാലും ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് എനിക്ക് ദർശന ഡോക്ടറെ കാണാൻ തോന്നിയത് നന്നായി. താൻ ചോദിക്കാത്ത കാര്യങ്ങൾ ഞാൻ ദർശന ഡോക്ടറോട് ചോദിച്ചു. കൺസീവ് ആവുന്നതിന് മുമ്പ് താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴേ താനൊന്ന് തിരിഞ്ഞു നിന്നേ. ഞാനേ ഈ മുല്ലപ്പൂ മുടി ചൂടിത്തരാം. അതെ, താനും തിരിഞ്ഞേക്കടോ. മോനെ വിശാൽ, വിശാൽ, നീ ഒന്ന് വേഗം വന്നേ. എന്താ ആൻറ്റി, എന്തു പറ്റി? ജാസ്മിൻ റൂമിൽ കയറി വാതിലടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയമായി. വിളിച്ചിട്ട് തുറക്കുന്നില്ല. എനിക്കാകെ പേടി തോന്നുക. അവളിനി എന്തെങ്കിലും അബദ്ധം. പാർവതി, ആൻറ്റി വാ. ജാസ്മിൻ, വാതിൽ തുറക്കാൻ. ജാസ്മിൻ, വാതിൽ തുറക്കാൻ. ജാസ്മിൻ. എന്തു പറ്റി ജാസ്മിൻ? നീ ആകെ വല്ലാതിരിക്കുകയാണല്ലോ. നിനക്കെന്താ സുഖമില്ലേ? ഏയ്, അസുഖമൊന്നുമില്ല. പിന്നെ എന്താ പറ്റിയത്? ഡാഡിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. എന്നിട്ട് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ചെറിയ ചെറിയ മുറിവുകളേ ഉള്ളൂ. ജാസ്മിൻ എങ്ങനെയാ ഇപ്പൊ ഇത് അറിഞ്ഞത്? ഡാഡിയുടെ ഒരു ജൂനിയർ എന്നെ വിളിച്ച് പറഞ്ഞതാ. ഞാനിത് അറിഞ്ഞ ഉടനെ ഡാഡി അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. ജാസ്മിനെ കണ്ടപ്പോ ഡാഡിയുടെ പിണക്കൊക്കെ മാറിക്കാണുമല്ലേ? ഇല്ല, ഡാഡി അതേ വാശിയിൽ തന്നെയാ. ഞാൻ അന്വേഷിച്ച് ചെന്നതൊന്നും ഡാഡിക്ക് ഇഷ്ടമായില്ല. ഡാഡി എന്നോട് ദേഷ്യപ്പെട്ടു, ഒത്തിരി വഴക്ക് പറഞ്ഞു. അതുകൊണ്ടാണോ ജാസ്മിൻ ആരോടും മിണ്ടാതെ മുറി കയറി വാതിലടച്ചിരുന്നത്? ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെട്ട ജാസ്മിന്റെ വിഷമത്തിന് പരിഹാരം ഉണ്ടാവുമോ? ആശ്വാസം കിട്ടുമോ? ഇവളിൽ നിന്നും വിശാലിനെ ഒന്ന് തനിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ നാടകം പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് ഇടയ്ക്ക് കയറി വന്നിരിക്കുന്നു. മാറണം. പാർവതി, നീ പോയി ജാസ്മിനുള്ള ഫുഡൊക്കെ എടുത്ത് വയ്ക്കുക. ചില എനിക്കൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ആഹാരം കഴിക്കണം. അതല്ലാതെ വിഷമിച്ച് നിരാഹാരം അനുഷ്ഠിച്ച് കോലം കെട്ടുപോയാലേ ജാസ്മിനെ കാണുന്നവര് ഞങ്ങളെ കുറ്റം പറയും. വന്നേ, വാ കഴിക്കാം. വാ. ഇരിക്ക് ജാസ്മിൻ.
കഴിക്ക് ജാസ്മിൻ. വേണ്ട. മോളെ ജാസ്മിൻ കഴിക്ക്. വിശൽ സാറ് ഇവർക്ക് ആഹാരം വാരി കൊടുക്കണം. അതിനുള്ള അടവായിരിക്കും ഇത്. കഴിക്കുക.